പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഫൂൽ എന്ന കവിത പഠിച്ചതാണല്ലേ. വളരെ മനോഹരമായൊരു കവിതയായിരുന്നു ഫൂൽ എന്ന കവിത. ഫൂൽ, പൂവ്, പുഷ്പം, അത് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. എല്ലാവർക്കും പൂ വളരെ ഇഷ്ടമാണ്. പക്ഷേ പൂ നമ്മൾ പ്രകൃതിയിൽ ഉണ്ടാക്കുന്നതാണ്. വളരെ മനോഹരമായ സുഗന്ധം പരത്തുന്ന കോമളമായ പൂക്കളാണ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ കടയിൽ നിന്നും ഇവിടെ കവി വാങ്ങി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് പൂവിന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. ആ പൂവിൽ തേനുണ്ടായിരിക്കില്ല, ആ പൂവിന് സുഗന്ധം ഉണ്ടായിരിക്കില്ല, അതിന് സോഫ്റ്റ് ഉണ്ടായിരിക്കില്ല അല്ലേ. അങ്ങനെ കവി അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്ന ചെടികളെല്ലാം പിഴുതെറിഞ്ഞിട്ട് പകരം പ്ലാസ്റ്റിക് പൂക്കൾ വെച്ച് അലങ്കരിക്കുന്നു എന്നാണല്ലോ നമ്മൾ ഈ കവിതയിൽ പഠിച്ചത്. എല്ലാവരും വന്ന് ചോദിച്ചു, കാറ്റ് വന്ന് ചോദിച്ചു, എനിക്ക് സുഗന്ധം വേണമെന്ന് പറഞ്ഞു. പിന്നെ പൂമ്പാറ്റകൾ വന്നിട്ട് തേൻ വേണമെന്ന് പറഞ്ഞു. അമ്മ വന്നിട്ട് പൂജയ്ക്ക് പൂ വേണമെന്ന് പറഞ്ഞു. ഭാര്യ വന്നിട്ട് മുടിയിൽ ചൂടാൻ മുടിക്കെട്ടിലേക്ക് പൂ വേണമെന്ന് പറഞ്ഞു. അത് സമയത്തൊന്നും കവിക്ക് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. കവി അതിനെപ്പറ്റി മിണ്ടാതിരുന്നു. അവർ ചോദിച്ചൊന്നും മറുപടി നൽകാതെ മിണ്ടാതിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങൾ വന്ന് ചോദിച്ചു. മക്കൾ വന്നിട്ട് എന്താ ചോദിച്ചത്? ഞങ്ങൾക്ക് തിരിച്ചറിവിന് വേണ്ടിയിട്ട്, അറിയാൻ വേണ്ടിയിട്ട് പൂ വേണമെന്ന് പറഞ്ഞു. ആ സമയത്താണ് അദ്ദേഹം ചെയ്തത് വളരെ വലിയ തെറ്റായി പോയി എന്ന് തോന്നിയതും പ്രകൃതിയെ മൺവെട്ടി കൊണ്ട് കിളച്ച് പ്രകൃതിയിൽ തന്നെ പൂക്കളുണ്ടാക്കാം എന്ന് അദ്ദേഹം ചിന്തിച്ചതും. ആ സമയത്ത് പ്രകൃതിയിൽ ആകെ ഒരു സന്തോഷകരമായിട്ടുള്ള അവസ്ഥ. മണ്ണ് ചിരിക്കാൻ തുടങ്ങി, കാറ്റ് ചിരിക്കാൻ തുടങ്ങി, ഒക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പൊ നമുക്ക് നോക്കാം ഫൂൽ എന്ന കവിയുടെ ആശയം എങ്ങനെയാണ് എഴുതിയത് എന്ന് നോക്കാം. फूल डॉक्टर रामदरश मिश्र द्वारा रचित एक प्रतीकात्मक कविता है. ഈ ഫൂൽ എന്ന കവിത ഡോക്ടർ രാമദരശ് മിശ്ര എഴുതിയിട്ടുള്ള ഒരു പ്രതീകാത്മകമായ കവിതയാണ്. वे समर्थ कवि, उपन्यासकार और कहानीकार के रूप में प्रसिद्ध है. അദ്ദേഹം സമർത്ഥനായ കവി, ഉപന്യാസകാരൻ, കഹാനികാരൻ എന്നീ രൂപങ്ങളിലെല്ലാം അദ്ദേഹം പ്രസിദ്ധനാണ്. इस कविता में कवि आधुनिक जीवन की कृत्रिमता और प्रकृति से मनुष्य के दूर जाने की समस्या को ചിത്രം കിയാ ഹൈ. ഈ കവിതയിലൂടെ കവി ആധുനിക ജീവിതത്തിലുണ്ടാകുന്ന കൃത്രിമത്വവും അതുപോലെ തന്നെ മനുഷ്യൻ പ്രകൃതിയെ മാറ്റി നിർത്തുന്നു എന്ന പ്രശ്നവുമാണ് ഇവിടെ കവി ചിത്രീകരിച്ചിരിക്കുന്നത്. कवि ने बाजार में सजे प्लास्टिक फूलों को घर ले आया. കവി അങ്ങാടിയിൽ അലങ്കരിച്ചു വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് പൂക്കളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഉസ്കെ ലിയെ വസന്ത് ഋതു കി സരൂരത്ത് നഹി ഹൈ. അതിന് വസന്ത് ഋതു ആവശ്യമില്ല, വസന്തകാലത്തിന്റെ ആവശ്യം ആ പൂക്കൾക്കില്ല. ഇസ്സെ ഹവായെ മധുമക്കിയാ തിത്തലിയാം ആദി അസന്തുഷ്ട ഹൈ. ഈ പൂവിനോട് കാറ്റ്, മധുമക്കി, തേനീച്ച, പൂമ്പാറ്റ ഈ മുതലായവയെല്ലാം അസന്തുഷ്ടരാണ് ഈ പൂവ് കാരണം. ഈ പൂവിനോട് അവർക്ക് അസന്തുഷ്ടതയാണ് തോന്നുന്നത്. ഈ പൂവിൽ തേനില്ല, അതുപോലെ തന്നെ തേനീച്ചകൾക്ക് തേനില്ല, പൂമ്പാറ്റകൾക്കും അതുപോലെ തന്നെ കാറ്റിന് ഗന്ധമില്ല അല്ലെ. കാറ്റിന് ഈ പൂവിൽ നിന്ന് ഗന്ധം കിട്ടാനില്ല. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ അസന്തുഷ്ടരാണ്. ക്യോങ്കി ഹവായെ ഫൂലോസെ ഗന്ധ്. എന്തുകൊണ്ടെന്നാൽ കാറ്റ് പൂക്കളിൽ നിന്നും ഗന്ധവും, മധുമക്കി തേനീച്ചകൾ അതിന്റെ തേനും, തിത്തലിയ കോമൽ സ്പർശ് പൂമ്പാറ്റകൾ അതിന്റെ കോമളമായ സ്പർശനവുമാണ് ആഗ്രഹിക്കുന്നത്. യഹ് പ്ലാസ്റ്റിക് ഫൂലോം സേ സംഭവ് നഹി ഹൈ. ഇത് പ്ലാസ്റ്റിക് പൂക്കളിൽ സംഭവ്യമല്ല. कविता में बच्चों की जिज्ञासा और प्राकृतिक फूलों को पहचान करने की इच्छा को दिखाता है. കവിതയിലെ ബച്ചോങ്കി ജിജ്ഞാസ, കുട്ടികളുടെ ജിജ്ഞാസയും അതുപോലെ തന്നെ പ്രാകൃതികമായിട്ടുള്ള പൂക്കളെ തിരിച്ചറിയാനുള്ള ആഗ്രഹവുമാണ് ഇതിൽ കാണിക്കുന്നത്. മത്ലബ് യഹ് ഹൈ കി വഹ്
പ്രകൃതി കെ സാത്ത് ജീന ചാത്താ ഹെ. അതായത് ഇതാണ് അർത്ഥമാക്കുന്നത്, അവർ പ്രകൃതിയോടൊത്ത്, പ്രകൃതിയിലോട് ചേർന്നിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. अंत में कवि प्लास्टिक फूलों को फेंक कर प्रकृति में भी खेती करना चाहता है. അവസാനം കവി പ്ലാസ്റ്റിക് പൂക്കളെയെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പ്രകൃതിയിൽ തന്നെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. യഹാ പ്ലാസ്റ്റിക് ഫൂൽ നക്കലി യാ കൃത്രിമത കാ പ്രതീക് ഹെ. ഇവിടെ പ്ലാസ്റ്റിക് പൂക്കള് എന്താണ് പറയാ, അനുകരണത്തിന്റെയും കൃത്രിമതയുടെയും പ്രതീകമാണ്. ഈ കവിത हमें प्रकृति का महत्व और मानव जीवन में उसके योगदान की याद दिलाती है. ഈ കവിത നമ്മളിൽ പ്രകൃതിയുടെ മഹത്വത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ എന്താ പറയാ ഓർമ്മപ്പെടുത്തുന്നത്. ഫൂൽ കവിത हमें പ്രകൃതി സംരക്ഷൺ കാ മഹാൻ സന്ദേശ് ദേത്തി ഹെ. ഫൂൽ എന്ന കവിത നമുക്ക് പ്രകൃതി സംരക്ഷണത്തിന്റെ മഹത്തായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ഇത്രയുമാണ് ഈ കവിതയുടെ ആശയം ഉള്ളത്. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു കവിതയാണിത്. സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ ആശയം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾ ഇതിന്റെ ആശയമായിട്ട് നോക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു വാർത്താലാപാണ്. നമ്മുടെ ചിപ്കലിയും അതുപോലെ തന്നെ ഫർഹാദും കൂടെയുള്ള ഒരു വാർത്താലാപ ഗർ എന്ന പാഠത്തിലുള്ള ഒരു വാർത്താലാപം കൂടെ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് നന്നായിട്ട് കാണുക, കണ്ടുപഠിക്കുക, എഴുതാൻ ആവശ്യമുള്ളവരത് എഴുതിയെടുക്കുക. ഓക്കെ.